ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളത്തെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാകും. ആ ഡൗട്ട്സ് എല്ലാം മാറാൻ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് 10 months ആവുകയാണ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നിങ്ങൾക്കറിയാലോ, നമ്മൾ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആദ്യം പോയത് കോയമ്പത്തൂരാണ്. പക്ഷേ അവിടുന്ന് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള ധാരണയിൽ ഞാൻ തിരിച്ചു പോരുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ എറണാകുളത്ത് പോയി ചെയ്യുന്നത്. അവിടെ ചെയ്ത സമയത്ത് പോലും അവരെന്നോട് പറഞ്ഞത് ഒരു വലിയ റിസൾട്ടൊന്നും പ്രതീക്ഷിക്കരുത്, നമ്മൾക്ക് ചെയ്തു തരാൻ പറ്റും, ഒരു ആവറേജ് പൂറാണ് ഹെയർ ക്വാളിറ്റി എന്നൊക്കെയാണെന്ന് അവർ പറഞ്ഞത്. അപ്രകാരം അങ്ങനെ ചെയ്യുമായിരുന്നു. ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 10 മാസം കഴിഞ്ഞപ്പം എൻ്റെ ഹെയറിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ എന്തൊക്കെ മെഡിസിനാണ് യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം കുറച്ച് സപ്ലിമെൻറ്റ്സ് ആദ്യത്തെ ഒരു 3 months യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മിനോക്സിൽ യൂസ് ചെയ്യുന്നുണ്ട് കറൻ്റ്ലി. ഇപ്പോൾ യൂസ് ചെയ്തിട്ട് ഒരു 2-3 weeks ആയി. ഹെയർ ലോസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെയർ ലോസ് ഉണ്ട്, എല്ലാവർക്കും ഉള്ള പോലെ ഉണ്ട്. പക്ഷേ താരനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. താരന് ഞാൻ ആ സമയത്ത് പറഞ്ഞായിരുന്നു എറ്റാഗനാസോൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹെയർ ലോസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കറൻ്റ് അതൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ഇത്ര നാളത്തെ ഒരു റിസൾട്ട് എന്ന് പറയുന്ന വീഡിയോ നമ്മളൊരു 8 മാസത്തെ റിസൾട്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെഡ് കംപ്ലീറ്റ് ആയിട്ട് അത് ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എനിക്ക് അത് കാണേണ്ടവർ അത് പോയി കാണാം. കാരണം അതിൽ നിന്ന് എനിക്കൊരു വലിയ ഡിഫറൻസ് ഈ 2 മാസം കൊണ്ട് സംഭവിച്ചിട്ടില്ല. പിന്നെ കാര്യമായിട്ടുള്ള ഒരു ഹെയർ കെയറും കാര്യങ്ങളൊന്നും ചെയ്യുന്നുമില്ല ഇപ്പോൾ നിലവിൽ. ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രധാന ചലഞ്ചസ് എന്ന് പറയുന്നത് ഡാൻഡ്രഫും ഹെയർ ഫോൾസും ആണ്. ഞാൻ ആദ്യം കുറേ നാളുകളിൽ ഹെയർ കെയർ നന്നായിട്ട് ചെയ്തിരുന്നുണ്ടെങ്കിലും ഇപ്പം പോകെ നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. PRPയോ നമ്മുടെ GFC ഒന്നും ഞാനിപ്പോൾ കറൻ്റ് എടുക്കുന്നില്ല. ആ പാക്കേജിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. മിനോക്സിൽ ഞാൻ കഴിഞ്ഞ ഒരു 2-3 weeks മുമ്പ് വരെ എടുക്കുന്നുണ്ടായിരുന്നു. ബോട്ടിൽ തീർന്നു. പക്ഷേ ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. കറൻ്റ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ആകെ ഒരു മെഡിസിൻ എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കാര്യം പറയുന്ന സമയത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാനൊരു 7th grade കഷണ്ടി ഉള്ള ആളായിരുന്നു. അപ്പം ഞാൻ അറിയാമല്ലോ, നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ആദ്യം പറഞ്ഞു, ഞാൻ ക്ലിനിക്കിൽ ചെന്ന സമയത്ത് അവർ ആദ്യം പറഞ്ഞിരുന്നത് ഇതൊരു ആവറേജ് പൂർ ഹെയർ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് ടു ബാക്ക് വരെ ഹെയർ വെക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എൻ്റെ പഴയ ഫോട്ടോ വേണേൽ സ്ക്രീനിൽ ഇപ്പോൾ ആഡ് ചെയ്യാം. എൻ്റെ ഒരു കഷണ്ടിയുടെ ലെവൽ എന്ന് പറയുന്നത് ഇതായിരുന്നു. അപ്പം നമ്മൾ ഇത്രയും കഷണ്ടിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇംപ്ലാന്റ് ചെയ്യാം എന്ന് അവർ പറഞ്ഞതിന് ശേഷം നമ്മളൊരു ഡിസിഷൻ എടുക്കണം. നമുക്ക് ഒന്നെങ്കിൽ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നെങ്കിൽ നെറ്റി കയറിയിട്ട് ഇവിടുന്ന് ബാക്ക് വരെ അവർക്ക് ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഹെയർ ലൈൻ ഇട്ടിട്ട് ടെമ്പിൾ ഏരിയയിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ടിൽ ഒരു 3 fingers അല്ലെങ്കിൽ 2 fingers ഹെയർ ലൈൻ ഇട്ട് തരും. അപ്പോൾ എൻ്റെ ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഹെയർ ലൈൻ ഇടുക. ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കാണല്ലോ ഒരാളെ എപ്പോഴും അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷം ബാക്കി ക്രൗൺ ഏരിയയും ഉള്ള ഏരിയയൊക്കെ എങ്ങനെയായാലും ഗ്രോത്ത് ചെയ്തെടുക്കുക എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. ഇപ്പോൾ എന്നെപ്പോലെ 7th grade അല്ലെങ്കിൽ 6th grade ഉള്ള ആളുകൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പ്രോപ്പർ ഒരു ഹെയർ ലൈൻ വേണോ അല്ലെങ്കിൽ കുറച്ച് നെറ്റ് കയറ്റിയിട്ട് ബാക്കി ഹെയർ ഫില്ല് ചെയ്ത് വിടണോ? നിങ്ങൾ ചിന്തിക്കുക. നമ്മളിപ്പോൾ ഒരാൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു മിററിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കാണുന്നത് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പ്രോപ്പർ ഒരു ഹെയർ ലൈൻ ഇടുക. ബാക്കി ക്രൗൺ ഏരിയയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും മെഡിസിൻ ഉപയോഗിച്ചോ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഗ്രോത്ത് ചെയ്യാനുള്ളൂ. എൻ്റെ റിസൾട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ്. പാക്കേജിൻ്റെ കൂടെയുള്ള 3 PRP ഒഴിച്ചാൽ ഞാൻ പിന്നെ PRPയോ GFC വേറെ ഒന്നും ഞാൻ എടുത്തിരുന്നില്ല. ഇപ്പോൾ കറൻ്റ് യൂസ് ചെയ്യുന്ന മെഡിസിൻ എന്ന് പറയുന്നത് മിനോക്സിലാണ്. കൂടെ ഡെർമാറോളറും യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ വേണം യൂസ് ചെയ്യാനായിട്ട്. ഇപ്പം തിങ്കൾ ബുധൻ വെള്ളി നിങ്ങൾ മിനോക്സിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബാക്കി ഡേയ്സിൽ നിങ്ങൾക്ക് ഡെർമാറോളർ യൂസ് ചെയ്യാം. യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും 2 സാധനം ഒരേ സമയത്ത് യൂസ് ചെയ്യാതിരിക്കുക. ഇതൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്ന എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് സ്റ്റിൽ ഞാൻ ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫോളും ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് ചെയ്യുന്ന ഒരു നാച്ചുറൽ വേ എന്ന് പറയുന്നത്, ഹെയറിന് അധികം ലെങ്ത് വെക്കാതിരിക്കുക, ഷോർട്ട് ഹെയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഉറങ്ങുക, ഇതൊക്കെ തന്നെയുള്ളൂ. അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് മെഡിസിൻസോ കാര്യങ്ങളൊന്നും ഞാൻ ആ ഭാഗത്ത് എടുക്കുന്നില്ല. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് പേഴ്സണലി അല്ലാതെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അതിനകത്ത് മെയിനായിട്ട് ചെയ്ത കാര്യം എന്നൊക്കെ. സത്യം പറഞ്ഞാൽ മെയിനായിട്ടൊന്നുമില്ല. എൻ്റെ ഹെയർ തിരിച്ച് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വ്യത്യാസം തന്നെയാണത്. കാരണം വർക്കൗട്ട് ഞാൻ പണ്ടും നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്.
പക്ഷേ ഹെയർ വന്നപ്പോൾ ഉള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ ഫോട്ടോ ആയിട്ട് എൻ്റെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എനിക്ക് അതുവഴി കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഹെയറിൻ്റെ ഒരു പ്രാധാന്യം നമ്മുടെ ലൈഫിൽ എന്തുമാത്രം ഉണ്ടെന്നുള്ളത്. കാരണം അതിൻ്റെ പണ്ട് ഗൂഗിൾ ഫോട്ടോസിൽ റിമൈൻഡറിൽ കിടന്നൊരു ഫോട്ടോസാണ്. അത് വന്ന് ഞാൻ ആ ഫോട്ടോ കണ്ട് ശരിക്കും ഞാൻ ഷോക്കായി പോയി. അത് കാണുന്ന നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഹെയറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തുമാത്രം നമ്മുടെ ലൈഫിലുണ്ടെന്നുള്ളത്. അതേപോലെ തന്നെ ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ് ട്രാൻസ്പ്ലാന്റേഷന് ശേഷം എത്ര നാളുകൾക്ക് ശേഷം നമുക്ക് ജിമ്മും വർക്കൗട്ടും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞൊരു 3 months നമുക്ക് ഷെഡിങ് പീരീഡ് ആയിരിക്കും. ഈ സമയത്ത് നമുക്കൊരു കംപ്ലീറ്റ് റെസ്റ്റും റിക്കവറി ഒക്കെ ആവശ്യമാണ്. ആ സമയത്ത് നമ്മുടെ ഹെഡിലേക്ക് അധികം ബ്ലഡ് സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അധികമായിട്ട് വെയിറ്റോ അല്ലെങ്കിൽ മറ്റ് അത്ലറ്റിക് പരിപാടിയിലേക്ക് പങ്കെടുത്ത് കഴിഞ്ഞാൽ ബോഡി മറ്റ് പാർട്സിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ പോകും. വേണ്ടത്ര ഒരു ബ്ലഡ് സർക്കുലേഷൻ ഹെഡിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഡോക്ടർ നമ്മളോട് പറയുന്ന കാര്യം. അതേപോലെ തന്നെ ആ കൂടെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മുടെ ഹെയർ ലോസിന് വർക്കൗട്ട് ഒരു കാരണമാകാറുണ്ടെന്നുള്ളത്. അതായത് ഓവർ വെയിറ്റ്, ഓവർ ട്രെയിനിങ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റോസ്റ്റെറോൺ അറിയാമല്ലോ, വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ടെസ്റ്റോസ്റ്റെറോൺ. അത് ഡീഹൈഡ്രോ ടെസ്റ്റോസ്റ്റെറോൺ, അതായത് DHT ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതുവഴി നമുക്ക് ഹെയർ ലോസ്, ഹെയർ ഫോളിക്കിൾസ് ഇല്ലാതാകുക, മുടി ചുരുങ്ങുക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നൊക്കെ ഉള്ളത് അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ആദ്യത്തെ ഒരു 3 മാസം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കുക. അധികം കായിക പരിപാടിയിലേക്ക് ഇടപെടാതിരിക്കുക, റെസ്റ്റ് എടുക്കുക. പതുക്കെ ഗ്രാജുവലി നമുക്ക് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ്. മെയിനായിട്ട് ഹെവി വർക്കൗട്ടൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് ഇവൻ്റെ പ്രധാന അപ്ഡേഷൻസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ഇവൻ്റെ 10 മാസം എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. മറ്റു ചില കാര്യങ്ങളും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ കൂട്ടത്തിലൊരു സുഹൃത്ത്, അതായത് പ്രധാനമായിട്ട് ഇവൻ്റെ കൂടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ എറണാകുളത്ത് പോയപ്പോഴത്തേക്ക് കൂടെ വന്നതാണ്. അദ്ദേഹത്തിനും ഇതുപോലെ നല്ല രീതിയിൽ കഷണ്ടിയാണ്, ഏകദേശം 7th grade കഷണ്ടി ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അന്ന് ഇവനെ ട്രാൻസ്പ്ലാന്റേഷന് പോയ അന്ന സമയത്ത് അവിടെ കയറി കൺസൾട്ട് ചെയ്തായിരുന്നു, എറണാകുളത്ത് കയറി കൺസൾട്ട് ചെയ്തിരുന്നു. അന്ന് കുറേ മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഡോണർ സൈഡ് നല്ല രീതിയിൽ വീക്കാണ്. അതുകൊണ്ട് തന്നെ ഹെയറിന് കുറച്ചുകൂടെ ഗ്രോത്ത് ആയിട്ട് അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ആയിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊരു കാര്യത്തിലേക്ക് കടക്കാം എന്നുള്ളതുകൊണ്ട് കുറച്ച് മെഡിസിനൊക്കെ പ്രിഫർ ചെയ്തിരുന്നു. അങ്ങനെ ഒരു 5-6 മാസത്തേക്ക് മെഡിസിനൊക്കെ കൊടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ശേഷം ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ചെന്നപ്പോഴത്തേക്ക് അപ്പോഴും ഹെയറിൻ്റെ ഗ്രോത്ത് അത്ര പോരാ, അല്ല അതിൻ്റെ ആ സ്ട്രെങ്ത് പോരാന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 8-9 മാസത്തോളം, ഏകദേശം 7-8 മാസത്തോളം എങ്കിലും മെഡിസിൻ എടുത്ത് കാണും. അതിനുശേഷമാണ് ഇപ്പോൾ അവിടെ പുതിയ രീതികളൊക്കെ വന്നത്. മറ്റേ ഹെയർ ക്വാളിറ്റി ചെക്ക് എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ വന്നത്. അപ്പം അത് വന്നതിന് ശേഷം വീണ്ടും ട്രാൻസ്പ്ലാന്റേഷന് പോയതിന് ശേഷം അവിടെ അങ്ങനെ ഒരു ഫോർമാലിറ്റി കൂടെ വന്നപ്പോഴത്തേക്ക്, അതായത് വീണ്ടും ഇനി ട്രാൻസ്പ്ലാന്റേഷന് കയറി കഴിഞ്ഞ് അവിടെ ക്വാളിറ്റി മോശമാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യില്ല, അതായത് നമ്മുടെ റിസ്കിൽ വേണം ചെയ്യാം എന്നുള്ളൊരു കാര്യം വന്നപ്പോഴത്തേക്ക് അദ്ദേഹം നൈസായിട്ട് ആ പരിപാടി അങ്ങ് അവിടെ വേണ്ടെന്ന് വെക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ആക്ച്വലി അദ്ദേഹത്തിന് നല്ലൊരു എമൗണ്ട് മെഡിസിൻ ത്രൂ ചിലവായി. കാരണം എനിക്ക് തോന്നുന്നു 2-3 സിറ്റിങ് അദ്ദേഹം മെഡിസിൻ തന്നെ എടുത്തു. എന്നിട്ടും ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊരു പരിപാടിയിലേക്ക് എത്താത്തതുകൊണ്ടാണ് നൈസായിട്ട് അത് വേണ്ടെന്ന് വെച്ച് ഡ്രോപ്പ് ചെയ്തത്. പക്ഷേ അത് ഡ്രോപ്പ് ചെയ്തെങ്കിലും മിനോക്സിഡിലും ഡെർമാറോളനും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തു. അങ്ങനെ അത് യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ ഏകദേശം മുടി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഫ്രണ്ട് ലൈനോട് ഇട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 2 or 3 ഫിംഗർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഹെയർ ആവും. കാരണം അദ്ദേഹം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 7th grade കഷണ്ടിയായിരുന്നു, അതായത് ബാക്കിലോട്ട് ഇറങ്ങിയ കഷണ്ടിയായിരുന്നു. ആ ഒരു ലെവലിൽ നിന്ന് ഇന്നത്തെ ലെവലിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അൺബിലീവബിളാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണിക്കാം, നിങ്ങൾക്ക് ജസ്റ്റ് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകുന്നതാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. പിന്നെ ഒരു കാര്യം വളരെ സന്തോഷത്തോടെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. കാരണം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വളരെ ആക്റ്റീവായിട്ട് ഇപ്പം നിൽക്കുകയാണ്. ഇനിയും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാനാണ്. കാരണം ഒരുപാട് ഡിസ്കഷൻസ് അതിൽ നടക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ, ഞങ്ങൾക്ക് കൂടെ പുതിയ പല ഇൻഫർമേഷൻ അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. അതോടൊപ്പം പുതിയ കുറച്ച് കാര്യങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോ വരുന്നതാണ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനുണ്ട്. നമ്മളത് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളും പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളും ഇൻഫർമേഷനും എല്ലാം നേടിയതിന് ശേഷം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.